എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് ആരോഗ്യ യോജനയുടെ 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ എടുക്കുവാൻ സാധിക്കുന്നുണ്ട്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കും ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ മുതിർന്ന പൗരന്മാർക്കെല്ലാം അധികമായിട്ട് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായമാണ് ഇതിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ 70 വയസ്സ് എന്നുള്ളത് 60 വയസ്സായി കുറയ്ക്കണം എന്നുള്ളതാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുള്ള പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇത് അംഗീകരിക്കപ്പെടുകയാണ് എങ്കിൽ 70 വയസ്സ് എന്നുള്ളത് 60 വയസ്സായി ചുരുങ്ങും. രാജ്യത്തെ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതി വിവിധ സംസ്ഥാനങ്ങളിലെ പദ്ധതികളുമായി ചേർത്ത് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ഇതിലൂടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നൽകി വരുന്നത്. ഇത് തുടങ്ങിയതിന് ശേഷം പുതുതായി ഇതിലേക്ക് ആളുകളെ ഉൾപ്പെടുത്തുവാനോ ചേർക്കുവാനോ സാധിച്ചിരുന്നില്ല. ഇതിലേക്ക് ഇപ്പോൾ നിലവിൽ ചേർക്കുന്ന സംവിധാനം നിലവിലില്ല. എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു ആയുഷ്മാൻ ഭാരത് യോജനയിൽ ഒരു പരിഷ്കരണം ഉണ്ടാകും എന്നുള്ളത്. അതിൽ പ്രകാരം പുതിയ അംഗങ്ങൾക്ക് ഇപ്പോൾ ചേരുവാൻ സാധിക്കുന്നതാണ്. അത് പ്രകാരം രാജ്യത്തെ എല്ലാ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയും യാതൊരുവിധ മുൻഗണന മാനദണ്ഡവും നോക്കാതെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുന്ന നടപടികൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ്. ഇത് പ്രകാരം 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആധാർ രേഖയുള്ള ആളുകൾക്കെല്ലാം ആയുഷ്മാൻ ഭാരത് പദ്ധതി രജിസ്റ്റർ ചെയ്യുകയും കാർഡ് എടുക്കുകയും സാധിക്കുന്നതാണ്. അവർക്കുള്ള ചികിത്സാ നടപടികൾ ഇപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടില്ല. എങ്കിലും അവർ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് ഈ പദ്ധതിയിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. മുമ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ് എങ്കിൽ അവർക്ക് അധികമായിട്ട് ഈ തുക ലഭിക്കുന്നതാണ്. അതായത് കുടുംബത്തിന് 5 ലക്ഷം രൂപ ലഭിക്കും. മുതിർന്ന പൗരന്മാർക്ക് മറ്റൊരു 5 ലക്ഷം രൂപ കൂടെ ചേർത്ത് 10 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് കുടുംബങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളാണ് എങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായിട്ട് 5 ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ മുതിർന്ന പൗരന്മാർ ഉണ്ട് എങ്കിൽ എല്ലാവർക്കും കൂടിയിട്ട് ഈ 5 ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് ഓരോ വർഷവും ലഭിക്കുന്നത്. ഈ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ പരിഷ്കരണം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെടുത്തി പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. അതായത് രാജ്യത്തെ ആയുർദൈർഘ്യം കുറവാണ്. ഇതിൻ്റെ ഗുണം യഥാർത്ഥത്തിൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ 70 വയസ്സ് എന്നുള്ളത് 60 വയസ്സാക്കി ചുരുക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ശുപാർശ. അതുപോലെ തന്നെ 5 ലക്ഷം രൂപയുടെ ചികിത്സ ഒരു വർഷത്തിൽ എന്നുള്ളത് 10 ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും ഈ സമിതി ശുപാർശ ചെയ്യുന്നു. മറ്റൊന്ന്, ഗുരുതര രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചികിത്സയിലുള്ളവർ പുതിയ പാക്കേജുകൾ, അതോടൊപ്പം തന്നെ അവരുടെ CT സ്കാനുകൾ, MRI ഉൾപ്പെടെയുള്ള മറ്റ് സ്കാനിംഗ് ടെസ്റ്റുകൾ ഇതിൽ ഉൾപ്പെടുത്തണമെന്നും സമിതി ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ഹെൽപ്പ് ഡെസ്കും പരാതി പരിഹാര സംവിധാനങ്ങളും ഉൾപ്പെടുത്തണമെന്നും പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെട്ടിട്ടുള്ള എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളുടെ ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്നും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്റ് സ്ഥിരം സമിതി ശുപാർശ ചെയ്യുന്നു. ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയാണ് എങ്കിൽ 70 വയസ്സായവർക്കെല്ലാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളാവാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 60 വയസ്സായിട്ട് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ചുരുങ്ങുന്നതാണ്. കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെടുത്തി വരുന്ന അറിയിപ്പുകൾ നിങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.